അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എപ്പോഴും സങ്കടപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളുടെ 8 രഹസ്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും സമൂഹത്തിലും ചില സ്ത്രീകളെ നാം കാണാറുണ്ട്. പുറത്തു നിന്ന് നോക്കുമ്പോൾ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് നമുക്ക് തോന്നാം. നല്ല കുടുംബമുണ്ട്, മക്കളുണ്ട്, ജീവിതത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട്. എന്നാൽ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരിയേക്കാൾ കൂടുതലായി കാണപ്പെടുന്നത് സങ്കടങ്ങളാണ്. ചിലപ്പോൾ അവർ അധികം സംസാരിക്കാറില്ല. ചിലപ്പോൾ അവർ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടും. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. ഇത് എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ബാധകമാകണമെന്നില്ല. പക്ഷേ പലരുടെയും ജീവിതത്തിൽ ഈ കാരണങ്ങളിൽ ചിലതെങ്കിലും വളരെ സൂക്ഷ്മതയോടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ കാരണം സ്വന്തം വികാരങ്ങൾ ആരോടും തുറന്നു പറയാതിരിക്കുക എന്നതാണ്. പല സ്ത്രീകൾക്കും ഒരു സ്വഭാവമുണ്ട്. മനസ്സിൽ എത്ര വിഷമമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കുകയില്ല. അവർ ചിരിക്കും, സംസാരിക്കും, വീട്ടുജോലികൾ ചെയ്യും. പക്ഷേ ഉള്ളിൽ വലിയ ഒരു ഭാരമുണ്ടായിരിക്കും. ചിലപ്പോൾ ഭർത്താവിനോട് പോലും പറയാൻ മടിക്കും. ചിലപ്പോൾ മക്കൾ വിഷമിക്കും എന്ന് വിചാരിച്ചതുകൊണ്ട് മക്കളോടും പറയാതിരിക്കും. ചിലപ്പോൾ ആരും തന്നെ മനസ്സിലാക്കില്ല എന്ന തോന്നൽ കൊണ്ടായിരിക്കും. എന്നാൽ ഇതിൻ്റെ പിന്നിലൊരു സത്യമുണ്ട്. മനസ്സിലുള്ള വിഷമങ്ങൾ അടച്ചു വച്ചാൽ അവ ഇല്ലാതാകില്ല, മറിച്ച് അത് കൂടുതൽ വലുതാകും. ഒരു മുറിയിൽ പുക നിറഞ്ഞാൽ ജനൽ തുറക്കേണ്ടതുപോലെ മനസ്സിനും ചിലപ്പോൾ ചില തുറന്നു പറയൽ ആവശ്യമാണ്. വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളോട് സംസാരിക്കുന്നത് പലപ്പോഴും വലിയ ആശ്വാസം നൽകും. രണ്ടാമത്തെ കാരണം പഴയ മുറിവുകൾ മറക്കാൻ കഴിയാത്തതാണ്. ജീവിതത്തിൽ എല്ലാവർക്കും ചില വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാകും. ചിലർ പറഞ്ഞ വാക്കുകൾ, ചില അനീതികൾ, ചില നഷ്ടങ്ങൾ, ചില ബന്ധങ്ങളിലെ തകർച്ചകൾ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചില സ്ത്രീകൾ ആ ഓർമ്മകളുമായി ജീവിക്കുന്നവരാണ്. അവർ ഇന്നത്തെ ജീവിതം ജീവിക്കുന്നതിനേക്കാൾ ഇന്നലെയിലെ സംഭവങ്ങൾ ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നവരായിരിക്കും. പഴയ മുറിവുകൾ വീണ്ടും വീണ്ടും തൊടുമ്പോൾ അവ ഒരിക്കലും ഭേദമാവുകയില്ല. കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പാഠം പഠിക്കാം, പക്ഷേ ഒരിക്കലും അവയിൽ കുടുങ്ങിക്കിടക്കരുത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ മാറ്റാൻ കഴിയില്ല, പക്ഷേ ഇന്നിനെയും നാളെയെയും മനോഹരമാക്കാൻ നമുക്ക് കഴിയും. മൂന്നാമത്തെ കാരണം കുടുംബത്തിനു വേണ്ടി ജീവിച്ച് സ്വയം മറക്കുന്നതാണ്. ഒരു ഉമ്മയോ ഭാര്യയോ തൻ്റെ കുടുംബത്തിന് വേണ്ടി എത്രയെത്ര ത്യാഗങ്ങളാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഭക്ഷണം ഒരുക്കും, എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കും, മക്കളുടെ സന്തോഷം, ഭർത്താവിൻ്റെ സൗകര്യം, വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ഇവർ നോക്കും. പക്ഷേ പലപ്പോഴും അവർ സ്വന്തം കാര്യങ്ങൾ നോക്കാറില്ല. സ്വന്തം ആരോഗ്യം, സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം വിശ്രമം, സ്വന്തം സന്തോഷം ഇവയെല്ലാം ഇവർ മറന്നുപോകും. വർഷങ്ങളോളം ഇങ്ങനെ ജീവിച്ചാൽ ഒരു തരം ശൂന്യത മനസ്സിൽ അനുഭവപ്പെടാം. അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കുന്നത് പോലെ തന്നെ സ്വയം നോക്കുകയും വേണം. ഇനി നാലാമത്തെ കാര്യം മറ്റുള്ളവരുമായി നിരന്തരം താരതമ്യം ചെയ്യുന്നതാണ്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. മറ്റുള്ളവരുടെ സന്തോഷ നിമിഷങ്ങൾ നാം ദിവസവും കാണുകയാണ്. ആരോ പുതിയ വീട് വെച്ചു, ആരോ വിദേശ യാത്ര പോയി, ആരുടെയോ മക്കൾ വലിയ വിജയം നേടി. ഇതെല്ലാം കാണുമ്പോൾ ചില സ്ത്രീകൾക്ക് സ്വന്തം ജീവിതം വളരെ സാധാരണമായ ചെറിയ ജീവിതമാണെന്ന് തോന്നും. പക്ഷേ നാം കാണുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഹൈലൈറ്റ് മാത്രമാണ്. അവരുടെ കണ്ണുനീരും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല. അതുകൊണ്ട് താരതമ്യം ചെയ്യുന്നത് നിർത്തി സ്വന്തം ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ പഠിക്കണം. അഞ്ചാമത്തെ കാരണം അമിതമായ പ്രതീക്ഷകളാണ്. ചില സ്ത്രീകൾ ഭർത്താവിൽ നിന്ന്, മക്കളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന് വളരെ അധികം പ്രതീക്ഷിക്കും. എല്ലാവരും തന്നെ മനസ്സിലാക്കണം, എല്ലാവരും തന്നെ വിലമതിക്കണം, എല്ലാവരും തൻ്റെ മനസ്സുപോലെ തന്നോട് പെരുമാറണം എന്ന ആഗ്രഹമുണ്ടാകും. എന്നാൽ എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. എല്ലാവർക്കും ഒരേ രീതിയിൽ ചിന്തിക്കാനോ പെരുമാറാനോ കഴിയില്ല. പ്രതീക്ഷകൾ കൂടുതലാകുമ്പോൾ നിരാശകളും കൂടുതലായിരിക്കും. ചിലപ്പോൾ പ്രതീക്ഷകൾ കുറക്കുകയും യാഥാർത്ഥ്യത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നത് വലിയ സമാധാനം നൽകാൻ കാരണമാകും.
ആറാമത്തെ കാരണം ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ആശങ്കയാണ്. മക്കളുടെ ഭാവി എന്താകും? സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരിക്കും? രോഗങ്ങൾ വരുമോ? കുടുംബത്തിന് എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ ചില സ്ത്രീകളുടെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പക്ഷേ ആശങ്ക കൊണ്ട് നമ്മുടെ ഭാവി മാറുകയില്ല. ആശങ്ക ഇന്നത്തെ സമാധാനം മാത്രമാണ് കവർന്നെടുക്കുന്നത്. ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക, പദ്ധതികൾ ഉണ്ടാക്കുക, പ്രാർത്ഥിക്കുക, ശേഷം ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കുക. അതാണ് സമാധാനത്തിലേക്കുള്ള ഏറ്റവും മനോഹരമായ മാർഗം. ഏഴാമത്തെ കാരണം വിശ്രമത്തിനും സ്വന്തം സമയത്തിനും പ്രാധാന്യം നൽകാതിരിക്കുന്നതാണ്. പല സ്ത്രീകളും രാവിലെ എഴുന്നേറ്റ നിമിഷം മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ ജോലി തിരക്കിലാണ്. വീട്ടുജോലികൾ, കുട്ടികൾ, കുടുംബം, ബന്ധുക്കൾ, ഇങ്ങനെ ജീവിതം മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ മനുഷ്യൻ ഒരു യന്ത്രമല്ല. മനസ്സിനും ശരീരത്തിനും വിശ്രമം വേണം. കുറച്ച് സമയം നടക്കുക, പുസ്തകങ്ങൾ വായിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ശാന്തമായിരിക്കുകയെങ്കിലും ചെയ്യുക. ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിന് വലിയ ഊർജം നൽകും. എട്ടാമത്തെ കാരണം മറ്റുള്ളവരുടെ അംഗീകാരം അമിതമായി ആഗ്രഹിക്കുന്നതാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടണം, എല്ലാവരും തന്നെ പ്രശംസിക്കണം, ആരും തന്നെ വിമർശിക്കരുത്. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടുകയില്ല. കാരണം ഈ ലോകത്ത് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. ഇന്ന് നിങ്ങളെ പ്രശംസിക്കുന്ന ഒരാൾ നാളെ നിങ്ങളെ വിമർശിച്ചേക്കാം. അതുകൊണ്ട് നമ്മുടെ മൂല്യം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലല്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം എങ്ങനെയുണ്ട് എന്നത് മാത്രമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രിയമുള്ളവരെ, ഈ 8 കാര്യങ്ങൾ പല സ്ത്രീകളുടെയും ജീവിതത്തിൽ കാണപ്പെടുന്ന സാധാരണമായ കാര്യങ്ങളാണ്. പക്ഷേ ഒരു കാര്യം നാം ഓർക്കണം, സങ്കടം ജീവിതത്തിൻ്റെ സ്ഥിരമായ ഒരവസ്ഥയല്ല. ഓരോ ദിവസവും ചെറിയ മാറ്റങ്ങൾ വരുത്താൻ നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കണം, പഴയ മുറിവുകൾ വിട്ടയക്കണം, താരതമ്യങ്ങൾ കുറക്കണം, സ്വന്തം ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി സമയം കണ്ടെത്തണം. ഏറ്റവും പ്രധാനമായി അള്ളാഹുവിൽ കൂടുതൽ സമയം നാം ചിലവഴിക്കണം. ജീവിതത്തിൽ എല്ലാവർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഓരോ പരീക്ഷണത്തിനും ശേഷം ഒരാശ്വാസമുണ്ട്, ഓരോ ഇരുട്ടിനും ശേഷം ഒരു വെളിച്ചമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷയെ കൈവിടരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീടുകളിലെ എല്ലാ സ്ത്രീകൾക്കും മനസമാധാനവും സന്തോഷവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ജീവിതങ്ങളിൽ ബറക്കത്തും സമാധാനവും അല്ലാഹു നിറച്ചു നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.